ഇക്കഴിഞ്ഞ ദിവസം പൂജ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിന്റെ ഒരു എന്താണ് ആറ്റിറ്റ്യൂഡ് നിങ്ങൾ എല്ലാവരും കണ്ടതാണ്. കാരണം വളരെ എന്താണ് അവിടെ പറയരുതാത്ത കാര്യം എത്ര അഹങ്കാരത്തോടു കൂടിയാണ് പൂജ സംസാരിച്ചിരിക്കുന്നതെന്ന് നമ്മളെല്ലാവരും കേട്ടതാണ്. അതായത് നമുക്കറിയാം ബിഗ് ബോസ് സീസൺ 8 നമ്മളെല്ലാവരും വളരെ നാളുകളായിട്ട് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ഈ ഈ ഈ ബിഗ് ബോസ് പരിപാടിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് നടക്കുന്ന അഗ്നിപരീക്ഷ എന്നുള്ള ആ ഒരു പരിപാടിയിലൂടെ ഈ പൂജ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് ആണ് ഇത്രയധികം ചാടിക്കടിച്ചതും വളരെ എന്താണ് വളരെ വികാരാഭരിതമായിട്ടൊക്കെ സംസാരിക്കുന്ന രംഗങ്ങളൊക്കെ വളരെ നാടകീയ രംഗങ്ങളിൽ കൂടെ കടന്നു പോകുന്നത് നമ്മൾ കണ്ടതാണ്. അതായത് ഈ പൂജ ജെ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയും അതുപോലെ പൂജ ശരത്തും എന്നുള്ള ഇവർക്ക് രണ്ടുപേർക്കും കൂടെ ഒരു ടാസ്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവരോട് നമ്മുടെ ജഡ്ജസ് ആയിട്ടുള്ള രഞ്ജിനി ഹരിദാസും അതുപോലെ അഖിൽ മാരാർ അതുപോലെ റിയാസ് എന്ന് പറയുന്ന ഇവര് എല്ലാ കണ്ടസ്റ്റന്റോടും ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. നിങ്ങൾ എന്തിനാണ് ഈ ബിഗ് ബോസ് പരിപാടിയിൽ നിങ്ങൾ എന്ത് ലക്ഷ്യത്തോടുകൂടി അല്ലെങ്കിൽ എന്ത് ഉദ്ദേശത്തോടാണ് നിങ്ങൾ എന്ത് ആഗ്രഹത്തോടു കൂടിയാണ് നിങ്ങൾ ഈ ബിഗ് ബോസ് പരിപാടിയിലേക്ക് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് എല്ലാ കണ്ടസ്റ്റന്റോടും ഈ ജഡ്ജസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരും അവനവന്റേതായ കാര്യങ്ങൾ എല്ലാവരും അവർ പറഞ്ഞു. ഞങ്ങൾക്ക് വളരെ വലിയ ആഗ്രഹമായിട്ടുള്ള വലിയ ഇഷ്ടമായിട്ട് ഉള്ള ഒരു പ്രോഗ്രാമാണിത്. ഞങ്ങളെല്ലാവരും വളരെ നാളുകളായിട്ട് ഇതിനകത്ത് പങ്കെടുക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയൊക്കെ തന്നെ വന്നിരിക്കുന്നതാണെന്നൊക്കെയുള്ള രീതിയിൽ ഓരോരുത്തരും അവനവന്റെ കാര്യങ്ങൾ നല്ല വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. ജഡ്ജസും അത് ഇവർക്ക് കേട്ട് തന്നെ അവർക്കുള്ള മറുപടി അതായത് അവർക്ക് ഓരോരുത്തർക്കുമുള്ള മറുപടി വളരെ നല്ല രീതിയിലും അവർ കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിനകത്തൊക്കെ വളരെ അഹങ്കാരമായിട്ട് വന്നിരിക്കുന്ന ഒരു കഥാപാത്രമായിരുന്നു പൂജ ജെ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ്. ഇവർ രണ്ട് പൂജമാരുണ്ട് കേട്ടോ. ഒരു പൂജ ശരത്തുണ്ട്. അപ്പൊ ഇവർ രണ്ടുപേരും ഈ എന്താണ് ഈ ടാസ്കിലൂടെ കടന്നു പോയപ്പോൾ നമുക്കറിയാം എല്ലാവരെയും തെരഞ്ഞെടുക്കാൻ പറ്റില്ല. അവർക്ക് ഈ ജഡ്ജ്മെന്റ് തെരഞ്ഞെടുക്കുന്ന അതുപോലെയുള്ള എന്താണ് ഇതിനകത്ത് കുറെ കാര്യങ്ങൾ ടാസ്കിൽ വിജയിക്കണം. അതുപോലെ പങ്കെടുക്കുന്നവരുടെ പേഴ്സണാലിറ്റി അങ്ങനെയൊക്കെയുള്ള കുറെ മാനദണ്ഡങ്ങൾ കൽപ്പിച്ചുകൊണ്ടായിരിക്കും ഈ ജഡ്ജസ് തെരഞ്ഞെടുക്കുന്നത്. ചെല്ലുന്ന 40 പേര് ചെന്നാൽ 40 പേരെയും അങ്ങ് എടുക്കാനൊന്നും പറ്റത്തില്ല. അപ്പൊ അതിൻ്റെതായ രീതിയിലൂടെ ഉള്ള ടാസ്കുകൾ അതിൻ്റെതായ അവിടെ റൂളിനനുസരിച്ചുള്ള ആ പരിപാടിയുടെ ഒരു റൂൾ അനുസരിച്ചാണ് ഈ ജഡ്ജസ് ഓരോ കാര്യങ്ങളും മത്സരാർത്ഥികളോട് ആവശ്യപ്പെടുന്നതും അവരതിനനുസരിച്ച് കളിക്കുന്നതും ഒക്കെ. അപ്പോൾ ഈ തെരഞ്ഞെടുക്കപ്പെടുന്ന അതായത് പൂജ ശരത്ത് എന്ന് പറയുന്ന പെൺകുട്ടിയെയാണ് തെരഞ്ഞെടുത്തത്. അപ്പൊ ഈ പൂജ ആർ എന്ന് പറയുന്ന ഈ പെൺകുട്ടി വളരെയധികം ചാടിക്കടിക്കുന്ന ഒരു രംഗങ്ങൾ കണ്ട്. അത്രയും അഹങ്കാരത്തിന്റെ ഒന്നും ആവശ്യമില്ല. അതായത് ഈ പൂജയുടെ എല്ലാവരോടും ചോദിക്കുന്ന പോലെ തന്നെ ഈ എന്താണ് ജഡ്ജസ് പൂജയോടും ചോദിച്ചു. ഈ പൂജ ആറിനോടും ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് നമ്മുടെ ബിഗ് ബോസിനെ കാണുന്നത്, നിങ്ങൾ എന്ത് ആഗ്രഹത്തോടു കൂടിയാണ് ഏത് ലക്ഷ്യത്തോടു കൂടിയാണ് നിങ്ങൾ ഈ പരിപാടിയിലേക്ക് വന്നിരിക്കുന്നതെന്ന് ജഡ്ജസ് ചോദിക്കുകയാണ്. അപ്പോൾ ഈ പൂജ പറയുകയാണ്, ഞാൻ കപ്പടിക്കാനാണ് വന്നിരിക്കുന്നതെന്ന്. ഈ വരുമ്പോഴേ കപ്പടിക്കാൻ പറ്റില്ല എന്നുള്ളവര് അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ജഡ്ജസിനൊക്കെ വളരെ ബോധമുള്ള ഒരു ആൾക്കാർ തന്നെയാണ് അവിടെ വന്നിരിക്കുന്നത്. അതായത് നമുക്കറിയാം ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ ഈ പൂജ ആറ് പറയുകയാണ്, ഞാൻ കപ്പടിക്കാനാണ് വന്നിരിക്കുന്നത്. അപ്പോഴാണ് അഖിൽമാരാറ് ചോദിച്ചത്, നിങ്ങൾ എങ്ങനെ വരുമ്പോഴേ കപ്പടിക്കുന്ന കാര്യമാണ് ഈ പൂജ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതിന്റെ ആ പറച്ചിലുള്ള ഒരു ഒരു മറുപടി അവിടെ ഒരു സമയോചിതമായിട്ടുള്ള മറുപടി അല്ല അവിടെ അത് കൊടുക്കുന്നത്. അങ്ങനെയുള്ള മറുപടിക്കല്ല ഈ ജഡ്ജ്മെന്റ് ഒന്നും അവിടെ ഇടപെട്ടതും ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്. അതായത് ഒരു പരിപാടിക്ക് വരുമ്പോഴേ കപ്പ് ഞാനങ്ങ് കൊണ്ടുപോകും, അത്ര കോൺഫിഡൻസ് കൊടുക്കുന്ന കാര്യങ്ങൾ അവർ പറഞ്ഞപ്പോൾ അഖിൽമാരാറ് ചോദിക്കുകയാണ്, അതിനുള്ള അറ്റ്ലീസ്റ്റ് ജസ്റ്റ് പരിപാടിയിൽ പങ്കെടുക്കാനുള്ള ഒരു യോഗ്യതയെങ്കിലും ഉണ്ടാവണം ഒരു മത്സരാർത്ഥിക്ക്. അതുപോലും ഇല്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ് ഈ പൂജ ആറ്. അത് അഖിൽമാരാറ് വ്യക്തമായി പറയുന്നുണ്ട്. അതായത് ഒരു പരിപാടിക്ക് വരുമ്പോൾ ആ ഒരു മത്സരം നടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പരീക്ഷ നടക്കുമ്പോൾ ആ പരീക്ഷണത്തിന്റെ ഭാഗമായിട്ടുള്ള പരിപാടി അവിടെ നടക്കുമ്പോൾ അതിലെങ്കിലും പാസ്സാകാനുള്ള ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവരെ മാത്രമേ പങ്കെടുപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനത്തെയുള്ള ഒരു വ്യക്തിയെ മാത്രമേ ആകാൻ പറ്റുകയുള്ളൂ. ഈ പൂജ അതുകൊണ്ടാണ് ഔട്ടായിരിക്കുന്നത് എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് തന്നെ ഈ അഖിൽമാരാറ് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ കേട്ടിരിക്കുന്നവർക്കൊക്കെ മനസ്സിലാകും ഈ പൂജയുടെ ആ അഹങ്കാര വർത്തമാനം. അതായത് ഈ മത്സരാർത്ഥിയായിട്ട് അവിടെ ചെന്ന ഫസ്റ്റിലെ പറയുന്ന വാക്കാണ്, ഞാൻ കപ്പടിക്കാനാണ് വന്നിരിക്കുന്നത്, എനിക്ക് വളരെ കോൺഫിഡൻസ് ഉണ്ട്, വളരെ വ്യക്തമായിട്ട് എനിക്കത് ബോധ്യമുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ പൂജ പറഞ്ഞിരിക്കുന്നത്. ഈ അത്രയൊന്നും അഹങ്കാരത്തിന്റെ ആവശ്യമില്ല. കോടിക്കണക്കിന് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ജനങ്ങളും ജഡ്ജ്മെന്റും ഒക്കെയാണ് ഒരാളെ വിലയിരുത്തുന്നത്. അവിടെ നിൽക്കാൻ യോഗ്യതയുണ്ടോ, ആരെ ഔട്ടാക്കണം എന്നൊക്കെ തീരുമാനിക്കുന്ന ആരാണ്? ഈ ജഡ്ജ്മെന്റ് തന്നെയാണ്. അല്ലെങ്കിൽ ജനങ്ങളുടെ വോട്ടോട് കൂടി തന്നെ മുമ്പോട്ട് കുതിക്കേണ്ട ആൾക്കാർ തന്നെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വന്ന് പറയുന്നത്, പൊതുവേദിയിൽ വന്ന് പറയുന്നതെന്നും കൂടെ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഈ ബിഗ് ബോസിലേക്കുള്ള ഒരു പ്രവേശനം മാത്രമാണ് ഈ അഗ്നിപരീക്ഷ. അങ്ങനെ ഒരു അഗ്നിപരീക്ഷ എന്ന് പറയുന്ന പരിപാടിയിലൂടെയാണ് നിങ്ങളെ തെരഞ്ഞെടുക്കേണ്ടത്. അതുപോലെ വളരെ
വളരെ എളിമയോടുകൂടി അവിടെ സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. ഇനി എനിക്ക് ഈ ഔട്ടായിട്ടുള്ള പല കണ്ടസ്റ്റന്റും ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് ഇനി ഇതുപോലെയുള്ള പരിപാടി ഇനി ഞങ്ങളെ തെരഞ്ഞെടുക്കുമോ എന്നുള്ള രീതിയിലുള്ള ചോദിക്കുന്ന ആൾക്കാർ വരെ, വളരെ ലളിതമായിട്ട് നിൽക്കുന്ന ലാളിത്യപരമായിട്ട് സംസാരിക്കുന്ന ആൾക്കാർ വരെ ഉണ്ട്. അപ്പൊ അതൊക്കെയാണ് നമ്മളുടെ ജഡ്ജസ് വിലയിരുത്തുന്നതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ആൾക്കാരും ഇവരുടെയൊക്കെ ഒരു എന്താണ് ആറ്റിറ്റ്യൂഡും അല്ലെങ്കിൽ അവരുടെയൊക്കെ ഒരു ക്യാരക്ടറും ഒക്കെ നമുക്ക് ഇതുപോലുള്ള രംഗങ്ങളിലാണ് വെളിപ്പെടുന്നത്. വളരെ നാടകീയമായ രംഗങ്ങളിൽ കൂടിയായിരുന്നു ആ അന്നത്തെ ആ ഒരു എന്താണ് എപ്പിസോഡ് കടന്നുപോയെന്നുള്ള വിവരം നമ്മൾ. അതുപോലെ തന്നെ ഈ പൂജ പറയുകയാണ്, എന്താണ് ഈ പൂജാ ശരത്ത് കരഞ്ഞുകൊണ്ട് പൂജാ ശരത്തിനെ തെരഞ്ഞെടുത്തപ്പോൾ ജഡ്ജസ് പൂജാ ശരത്തിനെ തെരഞ്ഞെടുപ്പോൾ ഈ പൂജ ആർ എന്ന് പറയുന്ന ഈ പെൺകുട്ടി പറയുകയാണ്, പൂജാ ശരത്ത് കരഞ്ഞത് കൊണ്ടല്ലേ, ആ കരച്ചിൽ കണ്ടിട്ടല്ലേ നിങ്ങൾ എടുത്തത്, എനിക്കായിരുന്നു അതിന്റെ യോഗ്യത എന്നൊക്കെയുള്ള രീതിയിലാണ് ഈ പൂജ ആറ് പറയുന്നത്. ഇതിനകത്തൊന്നും യാതൊരു കഴമ്പും ഇല്ലെന്നുള്ള വിവരം നമുക്കറിയാം. അതായത് ഈ ഇങ്ങനെ ഒരു എന്താണ് ഒരു ടാസ്കിലൂടെ, അതായത് ഒരു മത്സരം അവിടെ നടക്കുകയാണ്, ആ ടാസ്ക് കളിച്ചപ്പോൾ ആ ടാസ്കിലൂടെ കടന്നു പോകുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ഈ പൂജ ആറ് പൂജ ശരത്ത് കടന്നു പോകുന്ന എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ യോഗ്യത ഉള്ളത് കൊണ്ട് തന്നെ ആ കുട്ടിയെ തെരഞ്ഞെടുക്കണമെന്നുള്ള എന്താണ് ഈ ജഡ്ജസിന്റെ തീരുമാനത്തിലൂടെ ജഡ്ജസ് ഈ കുട്ടിയെ തെരഞ്ഞെടുത്തപ്പോൾ ഈ എന്താണ് പൂജ ആറ് പറയുകയാണ്, പൂജ കരഞ്ഞു കാണിച്ചിട്ടല്ലേ അങ്ങനെ എടുത്തത് എന്നുള്ള രീതിയിൽ. കാരണം ആ കുട്ടിക്കല്ല എടുക്കേണ്ടിയിരുന്നുള്ള ഒരു രീതിയിലാണ് സംസാരിക്കുന്നത്. അപ്പോഴൊക്കെ രഞ്ജിനി ഹരിദാസ് ഇവരോട് ചാടിക്കളിക്കുന്ന രംഗമുണ്ട്. പൂജ എന്ത് രീതിയിലാണ് പറയുന്നത്, എല്ലാവരോടും ചോദിച്ചിട്ട് തന്നെ, എല്ലാവരോടുടെ അവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ അഭിപ്രായം ചോദിച്ചിട്ട് തന്നെയാണ് എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ എടുക്കാൻ അങ്ങുള്ള മറ്റുള്ളവരുടെയും കൂടെ ഒരു സപ്പോർട്ടോട് കൂടിയാണ് ഇവരെ സെലക്ട് ചെയ്തിരിക്കുന്നെന്നുള്ള വിവരം കാണിച്ചുകൊണ്ട് ഈ രഞ്ജിനി ഹരിദാസും ഇവരോട് ചൂടായി തന്നെ ഈ പൂജയോട് സംസാരിക്കുന്ന വിവരങ്ങൾ നമ്മൾ കണ്ടു. അതുപോലെ അഖിൽമാരാണെങ്കിലും റിയാസ് ആണെങ്കിലും ഒക്കെ ഇവരോട് എന്താണ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു സീനും നമുക്ക് കാണുവാനിടയായിട്ടുണ്ട്.